പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായി ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദന സമ്മോദം നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ചായ്പൻ കുയിലെ മക്കൾക്കായി കർത്താവിൻ തിരുസന്നിധിയിൽ കൈകളുയർത്തും പുണ്യാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാത പുണർന്നവരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശ്വര ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കർത്താവിൻ തിരുവചനങ്ങൾ ധീരതയോടെ മൊഴിഞ്ഞവനെ ഉണ്ണീശോയുടെ സ്നേഹിതനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ നിറഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിരുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹന ദീപം നീ ധരയുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ പാപം പൊറുക്കേണമേ നാഥാ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ.
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാവരങ്ങളാലും പരിശുദ്ധനെ അമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയ യൂസഫിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ മേലെ ദുഷ്ടന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളും തീക്ഷ്ണരുമാക്കി തീർക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈ തിരുനാളിലെ കാരണഭൂതനായ വിശുദ്ധ അന്തോണീസിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ തിരുനാളിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവരെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന. ഓ ഉണ്ണീശോയെ, അങ്ങയുടെ ആശ്രയത്തിൽ ഞാൻ ഓടി വരുന്നു. എന്തെന്നാൽ അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ദിവ്യനന്മ എനിക്ക് നൽകുമെന്ന മനോവിശ്വാസത്തോടുകൂടി ഞാൻ ശരണപ്പെടുന്നു. എന്റെ ഹൃദയമൊക്കെയോടും എന്റെ ആത്മാവിന്റെ ശക്തിയോടും കൂടെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളെ കുറിച്ച് പരമാർത്ഥമായി ഞാൻ മനസ്താപപ്പെടുന്നു. ഓ നല്ല ഈശോയെ, അവയെ ജയിക്കാൻ എനിക്ക് ശക്തി തരണമേ. അങ്ങയെ ഇനി ഒരിക്കലും ഉപദ്രവിക്കയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനിമേലാൽ വിശ്വസ്തയോടുകൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവ്വവല്ലഭനായ ഉണ്ണീശോയെ, എന്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മറിയത്തിനോടും പരിശുദ്ധ ഔസേപ്പിതാവിനോടും കൂടെ നിത്യമായി അങ്ങയെ അനുഭവിക്കുന്നതിനും സ്വർഗ്ഗരാജ്യത്തിലെ പരിശുദ്ധ ദൈവദൂതന്മാരോട് കൂടെ അങ്ങയെ ആരാധിക്കുന്നതിനും എനിക്ക് കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പ് കൈക്കുരുന്നുമായി നിൻ കാൽകൾ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. നിന്റെ ആഗ്രഹത്തിനൊത്ത പോ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകരുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കിന്നും സഹായമല്ലെന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആവശ്യത്തിന്റെ യോഗ്യതയിൽ വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥന ദയാപൂർവം ശ്രവിക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നവയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവരായി ഞങ്ങൾ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, ജീവകാരുണ്യത്തിൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധന്റെ മധ്യസ്ഥം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നഴ്സിംഗ് ജോലിക്കായി പോയിരിക്കുന്ന മക്കളെ ഈ വരുന്ന 14-ാം തീയതി എക്സാമാണ്. ആ എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും ഉണ്ണീശോയുടെയും പ്രത്യേകമായിട്ടുള്ള വലിയ അനുഗ്രഹം പരീക്ഷ ചെയ്ത് നല്ല മക്കളിലും പ്രത്യേകമായിട്ടുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ആ സഹോദരിയെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം രോഗികളായിട്ട് കിടക്കുന്ന 1-2 പേര് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. രോഗസൗഖ്യം നൽകിക്കൊണ്ട് മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകിക്കൊണ്ട് ജീവിതത്തിലെ സംഘടനകൾ നേരിടാനുള്ള കൃപ ലഭിക്കണമേ എന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവീശ്വരന്റെയും തന്റെയും നിർമ്മല മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഉണ്ണീശോയെ അത്യധികം സ്നേഹിക്കുകയും മാതൃകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത ശക്തിയുള്ള വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈ ശ്രമിച്ചയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത
ശുശ്രൂഷകനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനും ദൈവവിശുദ്ധ അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങത്തിന് മനസ്സായല്ലോ. ആ വിശുദ്ധന്റെ മധ്യസ്ഥ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന സകല അനുഗ്രഹം നൽകണമേ എന്ന് സ്വർഗ്ഗത്തിൽ നിത്യമായി ജീവിക്കും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യരശ്മിയേകിടും ക്രിസ്തുവിന്റെ പ്രേക്ഷിതോത്തമാ പൊൻപാദങ്ങളിന്നും ആശ്രയം പാവനാത്മനായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയാ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനാം വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസും നീരൊഴുന്ന നീർമിഴികളും കാഴ്ച വെച്ചു കൂപ്പിടും നീതാ കാതടച്ചു കേൾക്കനായക പാതുവായി ആശ്രയോടെ നിൻ പാദമാശ്രയിച്ചോരീഴകൾ ആശ നേടി നിന്നനുഗ്രഹത്താൽ ആശീസേകുന്നു ആവിധം. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതിനും നിസ്സഹാര്യമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കലോടിയാണ് നിങ്ങൾ കാണുന്നുവല്ലോ. അവർ ആവശ്യത്തിന് മധ്യസ്ഥ ശക്തിയുടെ ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിച്ച വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മധ്യസ്ഥ സഹായവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ചേർന്ന് പാടി അവിടുത്തെ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ നന്ദി, ആരാധന യേശുവേ ആരാധന അവിടുത്തെ യേശുവേ ആരാധന സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, എല്ലാവരും യേശുവേ ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah.
നന്ദി പറയുന്നു. യേശുവേ 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 ആരാധന യേശുവേ 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 ആരാധന യേശുവേ 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 സ്തോത്രം യേശുവേ ആരാധന യേശുവേ 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 ആരാധന യേശുവേ യേശുവേ ആരാധന യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ച് കൈകൾ കൂപ്പിച്ച് കൊണ്ടിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ച് കുമ്പിടുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ശാന്തമായി സ്വസ്ഥമായി തമ്പുരാന്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ മുഴുവൻ വിശുദ്ധ അന്തോണീസിലൂടെ ഈശോ നമുക്ക് നൽകി. നമ്മുടെ അമ്പത്തിരുന്നാൾ എത്ര ഒരുക്കത്തോടും എത്ര ഭക്തിയോടും കൂടിയാണ് നമുക്ക് ആഘോഷിക്കാനായിട്ട് സാധിച്ചത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മറ്റെല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നവുമില്ലാതെ, ഒന്നിനും ഒരു തടസ്സവുമില്ലാതെ ഏറ്റവും ഭംഗിയാക്കി നമ്മുടെ ഇടവകയുടെ ഈ അമ്പത്തിരുന്നാൾ വിശുദ്ധ അന്തോണീസിലൂടെ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇടവകയ്ക്കും ഈ നാടിനും നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നുണ്ട്. ഈശോയെ നന്ദി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളിലും ഈശോ വിശുദ്ധനിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകുന്നു. പരിശുദ്ധ അമ്മയിലൂടെയും ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. വിശുദ്ധ അന്തോണീസേ, പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽമാലാഖമാരെ, നിങ്ങൾക്ക് നന്ദി. ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ശക്തിയാണ് നിങ്ങൾ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ആണിക്കല്ലാണ് നിങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളിലും അസ്വസ്ഥതകളിലും വേദനകളിലും സഹനങ്ങളിലും മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷയാണ് നിങ്ങൾ. വിശുദ്ധ അന്തോണീസേ, പരിശുദ്ധ അമ്മേ, വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തെ ഇനിയും വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് വിശുദ്ധ അന്തോണീസിലൂടെയും വിശുദ്ധ സെബസ്ത്യാനോസിലൂടെയും ഏറ്റവും പ്രത്യേകമായ പരിശുദ്ധ അമ്മയിലൂടെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നിരവധിയായ നന്മകൾ, കൃപകൾ, സഹായങ്ങൾ വിശുദ്ധനിൽ നമുക്ക് നൽകുന്നുണ്ട്. മറ്റു പല വ്യക്തികളിലൂടെയും വിശുദ്ധൻ്റെ വലിയ മധ്യസ്ഥ ശക്തിയിലൂടെയും ദിവ്യകാരുണ്യ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവമേ, പരിശുദ്ധമായ ദിവ്യകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിലും തളർച്ചകളുണ്ടായപ്പോഴും സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എന്നെ താങ്ങി നിർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച വലിയ ശക്തിയാണ് ഈശോയെ നീ. നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാർത്ഥമായി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഈ ഇടവക സമൂഹത്തെയും മുന്നോട്ട് നയിക്കുന്ന ജീവചൈതന്യമേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്ന ഈ സമയത്ത് കടന്നു വരുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ഈശോയെ നന്ദി. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ നിയോഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം, ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയായിട്ടുള്ളത് മാത്രമേ ഇന്ന് ഞങ്ങൾക്ക് നൽകൂ എന്ന്. കാരണം ഞങ്ങൾക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവില്ല. ഭാവിയിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് നല്ലതെന്ന് കൃത്യമായിട്ട് നിനക്ക് മാത്രമേ അറിയുള്ളൂ ഈശോയെ. പലപ്പോഴും പല നിയോഗങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ നല്ല നിയോഗങ്ങളെ അതേതാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പൊട്ടബുദ്ധി കൊണ്ട് പലതും ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയില്ലല്ലോ ഏതാണ് ഞങ്ങൾക്ക് അനുഗ്രഹമാവുക എന്ന്. ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ നന്മകളും കൃപകളും നൽകി ഞങ്ങളെ വളർത്തുന്നതിൻ്റെ വലിയ കരുതൽ, ആ കരുതലിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കൂടി ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, കുരുടർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി. ഇതാണ് സ്വർഗരാജ്യം, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമെന്ന് ഈശോ വിളിച്ചു പറയും. ഞാൻ വന്നിരിക്കുന്നത് സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകാനാണ്. സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ മാനസാന്തരം അനിവാര്യമാണ് എന്നാണ് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത്. ഈശോ തുടർന്ന് പറയുന്നു, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബധിരർക്ക് കേൾവി, കുരുടർക്ക് കാഴ്ച. ഈ സ്വർഗരാജ്യാനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടാകണമെങ്കിൽ, ഉള്ളിൽ നിറഞ്ഞ പുഞ്ചിരി ഉണ്ടാകണമെങ്കിൽ സ്നാപയോഹന്നാൻ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: മാനസാന്തരപ്പെടുവിൻ. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്ന ഈ നിമിഷം, തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്കാണ്, ഞാനായിരിക്കുന്ന എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്കാണ്, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതകളിലേക്കും അസ്വസ്ഥതകളിലേക്കുമാണ്. ഈശോയ്ക്ക് കടന്നു വരാൻ, സ്വർഗരാജ്യാനുഭവം ഉണ്ടാകുവാൻ തടസ്സമാകുന്ന ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യാനുഭവത്തിൻ്റെ തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും തിന്മയുടെ ശക്തികളും എന്നിൽ നിന്ന് നീ എടുത്തു കളയണമേ. വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയുടെ ശക്തികളെ പൊട്ടിക്കാൻ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള മന്ത്രജപം, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിലാണ് സ്വർഗരാജ്യ അനുഭവത്തെ തടസ്സപ്പെടുത്തുന്നത്, ദൈവരാജ്യ അനുഭവത്തെ തടസ്സപ്പെടുത്തുന്നത്, ഈശോയ്ക്ക് കടന്നു വരുവാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെല്ലാം തടസ്സങ്ങളാണുള്ളത്, ആ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ആ ചങ്ങലകളെ, ആ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം മൗനമായി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താലും വിശുദ്ധ അന്തോണീസിൻ്റെ വലിയ മധ്യസ്ഥത്താലും ഏതെല്ലാം മേഖലകളിലാണ് എൻ്റെ തിന്മയുടെ സ്വാധീനങ്ങളുള്ളത്, ഈശോയെ, ആ സ്വാധീനത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യഗാന സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതി, യേശുവേ സ്തുതിക്കട്ടെ. യേശുവേ സ്തുതി, ആരാധന, പേര് വിശുദ്ധ അന്തോണീസിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, സാക്ഷ്യം നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കടബാധ്യതയിൽ വിഷമിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈശോയെ നിന്റെ അനുഗ്രഹം വഴി UK ജോലി ലഭിക്കുകയും വൈകാതെ തന്നെ കുടുംബത്തെ കൂടെ കൂട്ടുവാനും നീ അനുഗ്രഹിച്ചു. മുമ്പിൽ വന്ന തടസ്സങ്ങളൊക്കെയും നീ മാറ്റി. ഇപ്പോൾ ലണ്ടനിൽ നല്ലൊരു ജോലിയിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കൂടാതെ വചനത്തിൻ്റെ ശക്തി എന്ന പ്രഭാഷകൻ 36:6 നീ എനിക്ക് കാണിച്ചു തന്നു. നിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും മധ്യസ്ഥം വഴി 1000 നന്ദി. സാക്ഷ്യപ്പെടുത്താൻ വൈകിയതിൽ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ആ കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്കും വിശുദ്ധ അന്തോണീസിൻ്റെ വലിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ മകൾ നിപ്സി പൗലോസ് OET എക്സാം 3 തവണ എഴുതിയെങ്കിലും പാസ്സായില്ല. എല്ലാ തവണയും അന്തോണീസ് പുണ്യാളനോടും പരിശുദ്ധ അമ്മയോടും യേശുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, പക്ഷേ പാസ്സായില്ല. 4ാം തവണയും വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ ചെയ്തതിൻ്റെ ഫലമായി എക്സാം പാസ്സാവുകയും ചെയ്തു. അതിൻ്റെ നന്ദി സൂചകമായി പുണ്യാളന് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ അന്തോണീസിനും പരിശുദ്ധ മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി പറയുന്നു. ഇന്ന് അൽഫോൻസ പൗലോസ് ആ കുടുംബത്തോടും സഹോദരിയോടും ചേർന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ അന്തോണീസിനോട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിദേശത്ത് പഠിക്കുവാനും ജോലിക്കുമായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നഴ്സിംഗ് ജോലിക്കായി പോയിരിക്കുന്ന ഒരു മകളെ അവളുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും മധ്യസ്ഥം പ്രത്യേകമായിട്ട് ആ സഹോദരി ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും കൂടി ആ സഹോദരി പറഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നിരവധിയായ അനുഗ്രഹങ്ങളാണ് വിശുദ്ധ അന്തോണീസിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും നമുക്ക് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി ദിവ്യകാരുണ്യേശുവെ നമുക്ക് ആരാധിക്കാം. കൈകൾ ദിവ്യകാരുണ്യസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. യേശുവേ നന്ദി, ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ ഈ തിരുനാളിൽ പങ്കുചേരുന്ന ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെയും നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്ന് ഏതൊരു പ്രത്യേക നിയോഗത്തിനാണോ ഞാൻ വന്നത്, ഈശോയെ ആ നിയോഗത്തെ ഞാനിത് സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.